ഹായ് ഓൾ, എല്ലാവർക്കും എമിനന്റ് പി സിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കേരള പി എസ് സിയുടെ പുതുവത്സര സമ്മാനം. നാളെയും ധാരാളം നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള SI നോട്ടിഫിക്കേഷൻ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. നിങ്ങളുടെ ഗസറ്റഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് ആണ് 30/12/2024 ഗസറ്റിൽ വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025 എല്ലാവരും ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാവരും മറക്കാതെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് 2025 ജാനുവരി 29 വരെ നമുക്ക് അയക്കാനായിട്ട് പറ്റും. ഇനി കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കേണ്ടത് 508/2024, അതുപോലെ തന്നെ 509/2024. ഇതിനകത്ത് 508/2024 നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. 509/2024 എന്ന് പറയുന്നത് കോൺസ്റ്റാബുലറി പോസ്റ്റ് ആണ്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ 45,600 മുതൽ 95,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അതുപോലെ തന്നെ വേക്കൻസികൾ കൃത്യമായിട്ടുള്ള എണ്ണമല്ല പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടി ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് PSC പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഏജ് ലിമിറ്റ് ആണ്. 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇത് അയക്കാൻ പറ്റുക, ഓപ്പൺ മാർക്കറ്റിലേക്ക് അയക്കാൻ പറ്റുക. അതായത് 2/1/1993 1/1/2024 ഇടയിൽ ഈ രണ്ട് ഡേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് 508/2024 ഓപ്പൺ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലിന്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷനും കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഹൈറ്റ്, അതുപോലെ തന്നെ ചെസ്റ്റിന്റെ മെഷർമെന്റ്, വിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓർത്ത് നോക്കുക, ആംഡ് പോലീസ് SI എന്ന് പറയുന്ന കാറ്റഗറി 508/2024 ഓപ്പൺ മാർക്കറ്റ്. 509/2024 എന്ന് പറയുന്നത് കോൺസ്റ്റാബുലറി ആണ്. നിലവിൽ CPO ആയിരിക്കുന്ന ആൾക്കാർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 510/2024. ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നമ്മുടെ കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഇതിലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും 510/2024 എന്നുള്ള കാറ്റഗറിയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു നോക്കേണ്ടത്. 10, 11, 12 3 കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി രണ്ടും നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ഈ 510/2024 ഇതിന്റെയും ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 29/1/2025 തന്നെയാണ്. ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ 45,600 മുതൽ 95,600 വരെ. ഇവിടെയും മറ്റ് രണ്ട് കാറ്റഗറികളുണ്ട്. 511/2024 ഉണ്ട്, അതുപോലെ തന്നെ 512/2024 ഉണ്ട്. അത് നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. 510 നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇതും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആർക്കും എഴുതാൻ പറ്റും. ഏജ് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് ആണ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് വരും. അപ്പൊ 510/2024 എന്നുള്ളതാണ് ഓപ്പൺ മാർക്കറ്റ്. ഇതാണ് നിങ്ങൾ കൃത്യമായിട്ടും നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം സൈറ്റിൽ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് 508/2024, അതുപോലെ തന്നെ 510/2024 ഈ രണ്ട് കാറ്റഗറികൾ ഓർത്ത് വെച്ചുകൊള്ളുക. 511 എന്ന് പറയുന്നത് പോലീസിലെ തന്നെയുള്ള മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകളും അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് 511 എന്ന് പറയുന്നത്. 512 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള CPO ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്നതാണ് 512 എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ടും 508/2024 അതുപോലെ തന്നെ 510/2024 ഈ രണ്ട് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറിയും കൃത്യമായിട്ട് ഓർത്തു വെക്കുവാനും 29/1/2025 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതും കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പൊ എമിനന്റ് PSCയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SIക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതും കൃത്യമായിട്ട് പഠിക്കാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുവാനും 2025 എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.